ഇതിപ്പം നമ്മൾ തോട്ടിൽ കൂടി പരൽ പോകുന്ന പോലെ റോട്ടിൽ കൂടി ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ കയറിട്ടാലും അപകടം വരാനുള്ളത്. അപ്പോൾ ഗൈസ് മഴക്കാലമൊക്കെയാണ് വരുന്നത്. ടൂ വീലറൊക്കെ ഉള്ളവർ മോശം ടയറൊക്കെ ഉള്ളവർ മാറിക്കോട്ടോ. ഞാനപ്പോൾ ഇന്നലെ പോയിട്ട് MRFൻ്റെ 2 ടയർ മേടിച്ചു. ഒന്ന് ബാക്കിലും വിട്ടു, പിന്നെ ഒന്ന് കണ്ടില്ലേ ഫ്രണ്ടിലും MRF തന്നെ വാങ്ങിയിട്ടിട്ടുണ്ട്. മഴക്കാലത്ത് നമ്മൾ ജീവനേക്കാളും വലുതൊന്നും അല്ല ടയറിൻ്റെ വില. ഇതിപ്പോൾ രണ്ടും കൂടി ഇട്ടപ്പം ബാക്കിൽ 3000, ഫ്രണ്ടിൽ 1800 രൂപ, മൊത്തം 4800 രൂപ ചിലവ് വന്നു. എൻ്റെ 2 ടയറും നല്ല രീതിയിൽ മോശമായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒന്നിച്ചങ്ങ് മാറി. ഇനിയിപ്പോൾ ഒരു 3 മാസത്തേക്ക് നല്ല മഴയായിരിക്കും. മോശം ടയറുള്ളവരൊക്കെ മാറിയിട്ട് ഉപയോഗിച്ചോളുക. പിന്നെ എന്ത് നല്ല ടയർ ഇട്ടാലും എന്ത് മോശം ടയർ ഇട്ടാലും നമ്മൾ പോകുന്ന രീതിക്ക് അനുസരിച്ച് കൊണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ തോട്ടിൽ കൂടി പരൽ പോകുന്ന പോലെ റോട്ടിൽ കൂടി ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ ടയർ ഇട്ടാലും അപകടം വരാനുള്ള വരും. അപ്പോൾ ഇതുണ്ടല്ലേ, നമ്മൾ ടൂ വീലർ ഉള്ളവർ മഴക്കാലത്ത് ഇതുപോലെ ഹെഡ്ലൈറ്റ് ഓണാക്കി വെച്ച് റൈഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. എതിരെ വരുന്ന വണ്ടികൾക്ക് നമ്മളെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ അത് വളരെ ഉപകാരപ്പെടും കേട്ടോ. എല്ലാ വർഷവും പുതുമഴ പെയ്യുമ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള മൺറോഡിൽ നിന്നെല്ലാം ഈ ചരൽ ഒഴുകി റോട്ടിലോട്ട് വന്ന് കിടക്കും. അപ്പം നമ്മൾ സാധാരണ പോകുന്ന വഴി എല്ലാ വളവും ഇങ്ങനെ വീശി എടുത്തങ്ങ് വരാറാണ് പതിവ്. അപ്പം ഇങ്ങനെ മഴ പെയ്ത് കിടക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കി പൊക്കോളുക. നമ്മളൊരു വളവ് വീശി ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ മഴയ്ക്കായിരിക്കും മണ്ണ് ഒലിച്ചു വന്ന് കിടക്കുക. അപ്പം ആ സ്ഥലത്തൊക്കെ നമ്മൾ ഒരുപാട് വളവൊക്കെ വീശി വരുമ്പോൾ തെന്നി വീണ അപകടം ഉണ്ടാകാനും ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് അപകടം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. നമ്മൾ മഴക്കാലത്ത് നമുക്ക് ഇതുപോലെ ഫുൾ കവറായിട്ടുള്ള ഹെൽമെറ്റ് ഇല്ലേ, ഇതുണ്ടല്ലോ, ഇതുപോലെ ഫുൾ കവർ ചെയ്തിരിക്കുന്ന ഹെൽമെറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. മഴക്കാലത്ത് മാത്രമല്ല, ഇതിന് അത്യാവശ്യം വേനൽക്കാലത്ത് നല്ല പൊടിയൊന്നും അടിക്കാതെ പോകണമെങ്കിലും ഇതുപോലത്തെ ഹെൽമെറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് ഇതായിരുന്നു, ഇത് കണ്ടില്ലേ. ഇതെനിക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരുന്നു അറിയോ. മഴ പെയ്യുമ്പോഴും ഈ പൊടിയുള്ള സ്ഥലത്തുകൂടിയൊക്കെ പോകുമ്പോഴും വൈകുന്നേരം ഈച്ചയൊക്കെ ഉള്ള സ്ഥലത്തുകൂടി പോകുമ്പോഴും ഈച്ചയൊക്കെ അടിക്കുന്നത് ശല്യങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു ഈ ഹെൽമെറ്റ് കൊണ്ട്. നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച് ഇങ്ങനെ സ്റ്റൈലിൽ പോകുമ്പോൾ നാട്ടുകാർ നമ്മളെയൊക്കെ കാണണം എന്നുള്ളൊരു ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്തത് ആദ്യം. അതിനുശേഷം ഞാനിപ്പോൾ ഈ ഫുൾ കവറായിട്ടുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആകുന്നുള്ളൂ. എനിക്ക് നല്ല യൂസ്ഫുള്ളാണിത്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് വെക്കുന്നത്. ഇപ്പോൾ പുറകിലൊക്കെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കും, ഈ കവറില്ലാത്ത ബേസിക് കവർ ചെയ്യാത്ത ഹെൽമെറ്റ്. ഇതിപ്പം നമ്മൾ തോട്ടിൽ കൂടി പരൽ പോകുന്ന പോലെ റോട്ടിൽ കൂടി ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ കയറിട്ടാലും അപകടം വരാനുള്ളത്. അപ്പോൾ ഗൈസ് മഴക്കാലമൊക്കെയാണ് വരുന്നത്. ടൂ വീലറൊക്കെ ഉള്ളവർ മോശം ടയറൊക്കെ ഉള്ളവർ മാറിക്കോട്ടോ. ഞാനപ്പോൾ ഇന്നലെ പോയിട്ട് MRFൻ്റെ 2 ടയർ മേടിച്ചു. ഒന്ന് ബാക്കിലും വിട്ടു, പിന്നെ ഒന്ന് കണ്ടില്ലേ ഫ്രണ്ടിലും MRF തന്നെ വാങ്ങിയിട്ടിട്ടുണ്ട്. മഴക്കാലത്ത് നമ്മൾ ജീവനേക്കാളും വലുതൊന്നും അല്ല ടയറിൻ്റെ